മാടായി കോളേജിലെ നിയമന വിവാദത്തെ ചൊല്ലി കണ്ണൂർ കോൺഗ്രസിൽ ഭിന്നത രൂക്ഷം. നടപടി നേരിട്ട വിമത വിഭാഗം നേതാക്കളും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും വി.ഡി. സതീശനെ കണ്ട് അതൃപ്തി അറിയിച്ചു. കൂട്ടരാജിക്കൊരുങ്ങുകയാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വം. കോൺഗ്രസ് പരിപാടികൾ ബഹിഷ്കരിക്കാനും തീരുമാനമുണ്ട്. തർക്കം രമ്യമായി പരിഹരിക്കുമെന്ന് വി.ഡി. സതീശൻ ഉറപ്പു നൽകി. തർക്കപരിഹാരത്തിനായി പ്രത്യേക സമിതിയെ നിയോഗിക്കാനാണ് കെ.പി.സി.സി തീരുമാനം. അർജുൻ കല്യാട് നൽകും കൂടുതൽ വിവരങ്ങൾ. അർജുൻ കല്യാട്, ഓരോ ദിവസം കഴിയുന്തോറും പ്രശ്നം കൂടുതൽ ഗുരുതരമാകുന്ന സാഹചര്യം കെ.പി.സി.സി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ജില്ലയിൽ രണ്ട് വിഭാഗമായി ചേരിതിരിഞ്ഞു കഴിഞ്ഞു നേതാക്കൾ. സുജിയ, സമവായത്തിനുള്ള നീക്കങ്ങൾ പലതരത്തിൽ പല കോണുകളിൽ നിന്ന് ഒരു വിഭാഗം നേതാക്കൾ ഉയർത്തുമ്പോഴാണ് ഇത്തരത്തിൽ രൂക്ഷമായ ഒരു സംഘടനാ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് പോകുന്നത്. മാടായി കോളേജിലെ നിയമന വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് DCC MK രാഘവൻ എന്ന രീതിയിൽ തന്നെയുള്ള ഒരു പോരിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഇന്നിപ്പോൾ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജും അതുപോലെ തന്നെ ഈ നടപടി നേരിട്ട മാടായി കോളേജിൽ വെച്ച് MK രാഘവൻ MP തടഞ്ഞതിന് നടപടി നേരിട്ടിട്ടുള്ള വിമത വിഭാഗം നേതാക്കളും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ കണ്ടിരുന്നു. കണ്ടപ്പോഴും അവർ സൂചിപ്പിച്ചത് ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ട്, പ്രാദേശികമായിട്ടുള്ള പ്രവർത്തകരുടെ വികാരത്തെ കണക്കിലെടുക്കാതെയുള്ള ഒരു നിയമനമാണ് ഈ മാടായി കോളേജിൽ നടന്നിട്ടുള്ളത് എന്ന കാര്യം പ്രതിപക്ഷ നേതാവിനോട് സംസാരിച്ചു. അതിന് പുറമെ ഈ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ടപ്പോഴും അത് രമ്യമായി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന കാര്യവും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് പുറമെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തലത്തിൽ കൂടി ചില രാജ്യസന്നദ്ധതകളെല്ലാം തന്നെ ഉയരുന്നത്. കഴിഞ്ഞ ദിവസം ഈ കുഞ്ഞിമംഗലത്തെ കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം തന്നെ പാർട്ടി നിന്ന് രാജിവെക്കുന്ന ഒരു നടപടി ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ഭാരവാഹി ഉൾപ്പെടെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനോട് രാജ്യസന്നദ്ധത അറിയിച്ചിരിക്കുന്നത്. ഇത് പ്രതിപക്ഷ നേതാവിനെ കണ്ട യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ ചില കാര്യങ്ങൾ ഈ പ്രശ്നത്തെ സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനു പുറമെ പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ സെക്രട്ടറി, അതുപോലെ തന്നെ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറിമാർ, വൈസ് പ്രസിഡന്റ്, മണ്ഡലം കമ്മിറ്റി, ഈ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും അതിനുശേഷം വരുന്ന പ്രാദേശിക മണ്ഡലം കമ്മിറ്റിയുടെയും എല്ലാം തന്നെ ഭാരവാഹികൾ ഏകദേശം 2 ഡസനോളം തന്നെയുള്ള നേതാക്കൾ തന്നെയും രാജ്യസന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഈ പ്രശ്നത്തിന് രമ്യമായ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നുള്ളതാണ് പ്രധാനമായും ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കളും തന്നെ ഉന്നയിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഇപ്പോൾ DCC നേതൃത്വം ഒരു സമവായത്തിന് KPCC നേതൃത്വം തന്നെ ഇടപെടുന്നതോടുകൂടി ആ പ്രശ്നത്തിന് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങളിലേക്കും പരസ്യമായിട്ടുള്ള പ്രതിഷേധത്തിനുമൊക്കെ താൽക്കാലികമായിട്ടുള്ള ഒരു അവധി അല്ലെങ്കിൽ ഒരു അയവ് വന്നിട്ടുണ്ട്. എങ്കിൽ കൂടി ഈ ഭിന്നത രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഒരുപക്ഷെ കൂടുതൽ രൂക്ഷമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഒരുപക്ഷെ അടുത്ത ഘട്ടത്തിൽ ഈ പ്രതിഷേധം അല്ലെങ്കിൽ ഈ ഒരു കാര്യം പരിഹരിക്കപ്പെടുന്നില്ല എങ്കിൽ ഉണ്ടാവുമെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുന്നുണ്ട്. സുജിയ, ശരി. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.